ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ അതിന്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. ആ മനുഷ്യരോട് എനിക്ക് അറപ്പും വെറുപ്പുമാണ്. നിത്യമേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ്. അയാളൊരു സാധുവാ. വയസ്സുകാലത്തൊരു മോഹം ഒരു കല്യാണം കഴിക്കണമെന്ന്. അപ്പൊ ഏത് പെണ്ണ് മുഖത്ത് പോയി ചിരിച്ചാലും അയാളെ കല്യാണം കഴിക്കാൻ സമ്മതമാണെന്നാ. റിയാലിറ്റി ഷോയുടെ പേരുകളെ സ്വന്തം പേരിനോടൊപ്പം ചേർത്തി ഒരു ബ്രാൻഡായി ഉയർന്നു വന്ന ആൾ സാബുമോനാണ് ചേരുന്നത്. നമസ്കാരം. നമസ്കാരം. തരികിടയാണല്ലേ? ഐശ്വര്യലക്ഷ്മി എന്നൊരു നടി ഒരു സിനിമ കണ്ടതിന് ശേഷം ഇറങ്ങി വരുന്നു. അദ്ദേഹത്തിന്റെ ആരാധകനാണെന്ന് അവകാശപ്പെടുന്ന ഒരാൾ അവർക്ക് നേരെ കൈ നീട്ടുന്നു. ആ ആരാധകന്റെ പേര് മറ്റേ ആറാട്ടണ്ണൻ എന്ന് വിളിക്കുന്ന ഒരു തന്നെയല്ലേ? മന്ദം പ്രകാശൻ എന്ന ലോക്കലിനെ പേര് കേട്ടാൽ അറിയാൻ പറ്റിയാണ്. ഇവനെയൊക്കെ കൈ കിട്ടിയ ഉരുട്ടുകയല്ല പരത്താ വേണ്ടത്. പുള്ളി ചെല്ലുമ്പോ എല്ലാ നടിമാരും പുള്ളിക്ക് ഷേക്ക് ഹാൻഡ് കൊടുക്കണം എന്നുള്ളത് നിർബന്ധമുള്ള കാര്യമാണോ? ഔചിത്യം എന്നൊരു സാധനമുണ്ട്. ഒരു മനുഷ്യനായ കുറച്ചൊക്കെ ഔചിത്യം വേണം. ഭയങ്കര ബോറായി പോയി. തനിക്ക് ഇതിന്റെയൊക്കെ വല്ല കാര്യമുണ്ടോ? നിരോധിക്കണം. നിത്യമേനോൻ എന്ന് പറയുന്ന ഒരു നടിയെ നിരന്തരമായിട്ട് നിന്നെ പറ്റിയൊക്കെ വളരെ ബാഡ് ഒപ്പീനിയനാണ് പെൺകുട്ടി. എന്റെ വീട്ടിലെ പെങ്കൊച്ചിനെ വല്ലതാണ് ഇങ്ങനെ എതിരുന്നുണ്ടെങ്കിലുണ്ട്, ഞാൻ ഇന്ന് ജയിലിലാണ്. തമാശരിക്കുള്ളൂ. അവനെ കൊന്നിട്ട് അവൻ രണ്ടാം കീർന്നൊരു പണി ഞാൻ കൊടുക്കും, പിന്നെ അവൻ പൊങ്ങില്ല. അയ്യോ ഞാൻ ഒരു പാവല്ല. ആ പെൺകുട്ടി നിരന്തരമായിട്ട് ഫോൺ ചെയ്ത് അവര് ഫോൺ നമ്പർ മാറ്റി എന്തിനാണ് വഴി കൂടെ പോണ വയ്യാവലിയായിരുന്നു വാങ്ങണത്. എത്രയോ ഫോണുകള് ഫോൺ നമ്പേഴ്സ് ബ്ലോക്ക് ചെയ്ത് കളഞ്ഞു എന്ന് പറഞ്ഞു. അവർക്ക് ജീവിക്കാൻ പറ്റാത്ത രീതിയിലാക്കിണ്ട്. അയ്യോ അതിപ്പോ പുതിയതൊന്നും അല്ലല്ലോ, ഇവന്റെ സ്ഥിരം പരിപാടിയല്ലേ. എന്തെല്ലാം പരിപാടിയാ, എത്ര പ്രേമഭാജനങ്ങൾ. ഇവനൊക്കെ പോലീസിലേപ്പിക്കണം. ഇനിയെങ്കിലും പെൺകുട്ടികളോട് മാന്യമായി പെരുമാറാൻ നോക്കണേ. ഞാനൊരു വീഡിയോ ക്ലിപ്പ് കണ്ടേ. നന്ദു ചേട്ടനില്ലേ, പുള്ളി ചായ കുടിച്ചോണ്ട് ഇങ്ങനെയൊക്കെയാണ്. ആ പുള്ളിയുടെ തന്നെ കൈ കൊടുത്തിട്ട് പോകുന്നേരം പുള്ളിയുടെ തോളിൽ ഇങ്ങനെ പാറ്റ് ചെയ്യുന്നു. ഹലോ, കുറെ നാളായല്ലോ കണ്ടിട്ട്, എവിടെയായിരുന്നു? പഴയ ഫ്രണ്ട്സ് എന്ത് ചെയ്യാൻ പറ്റും. നന്ദു ചേട്ടനെ കണ്ടപ്പോ ചോദിച്ചു, നന്ദു ചേട്ടൻ പുറത്ത് തട്ടിയ ചെവിക്കൽ അടിച്ച് പൊട്ടിക്കണ്ടേന്ന് ചോദിച്ചു. അവന്റെ ഇവിടെ വെച്ചേ ഈ ഏർപ്പാടൊക്കെ നിർത്തുന്നതാ നിന്റെ ആരോഗ്യത്തിന് നല്ലത്. അല്ലെങ്കിൽ ഇത് കൊണ്ട് തട്ടുന്നവരെ നിന്നെയും തട്ടും. ഹൂയിസി എന്റെ വല്ലം പുറത്താണ് തട്ടുന്നത്, ചെപ്പ അടിച്ചെന്ന് തിരിച്ചള ഞാൻ. കുറുപ്പ് സാറിന് ഇപ്പൊ അവന്മാരുടെ കൈ കിട്ടിയ കുറുപ്പ് സാറിന്റെ കാര്യം പോക്കാം. അവൻ എന്ത് അധികാരമാണുള്ളത് ഒരു മനുഷ്യന്റെ ശരീരത്തിലേക്ക് കടന്നു കയറാൻ? മനുഷ്യരെ കുറച്ചൊക്കെ ഇതൊക്കെ വേണം, സപ്പോസ് എന്തെങ്കിലുമൊക്കെ വേണം. നിങ്ങൾ കുറെ പേര് ചേർന്നിട്ട് ഏതോ ഒരു ഊളൻ ഈസ് മെന്റലി അൺസ്റ്റേബിൾ. എന്നെ കഷ്ടല്ലേ, കോമൺ സെൻസ് ഇല്ലാത്തതിന്റെ കുഴപ്പേ. അല്ലെങ്കിൽ ബുദ്ധി പറഞ്ഞു കൊടുക്കാൻ അവൻ ആരെങ്കിലും വേണ്ടേ? ആകെയുള്ള ഒരു തൊട്ടി കൂട്ടുകാരൻ.